ഹലോ മൈ ഡിയർ നയൻറ്റീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ അല്ലെ? ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ എന്നുള്ള 15 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള MCQs ആണ്. ഈ ചാപ്റ്ററിൽ നിന്നുള്ള കൂടുതൽ MCQസും അസർഷൻ റീസണിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ആയിട്ട് നമുക്ക് ചാപ്റ്ററിന്റെ കണ്ടന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. അപ്പൊ ചാപ്റ്ററിന്റെ എക്സ്പ്ലനേറ്ററി വീഡിയോ ഉൾപ്പെടുന്ന പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ആർക്കെങ്കിലും ചാപ്റ്ററിന്റെ കണ്ടന്റിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോസ് വാച്ച് ചെയ്തതിനു ശേഷം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് മനസ്സിലാക്കുന്നതായിരിക്കും എളുപ്പം. കാരണം അല്ലെങ്കിൽ കണ്ടന്റ് അറിയാതെ നമ്മൾ കുറേയേറെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നമുക്ക് അതുകൊണ്ടൊരു യൂസ്ഫുൾ ആയിരിക്കില്ല കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: an object of mass 6 kg is sliding on a horizontal surface with a uniform velocity of 8 meter per second. യൂണിഫോം വെലോസിറ്റി എന്നുള്ള വേർഡ് അവിടെ നോക്കി വെക്കുക. യൂണിഫോം വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ആക്സിലറേഷൻ 0 എന്നാണ് അർത്ഥം കേട്ടോ. അസ്യൂമിംഗ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഓഫേർഡ് ബൈ ദ സർഫസ് ടു ബി 0, ഫ്രിക്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോഴ്സ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ മോഷൻ ഓഫ് ഒബ്ജക്ട് വിത്ത് ദ സെയിം യൂണിഫോം വെലോസിറ്റി ഈസ് വാട്ട്? മാസ് തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്, അത് യൂണിഫോം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല F is equal to m into a എന്നുള്ളതാണ്. മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഒരു വസ്തു യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു എന്ന് വെച്ചാൽ അതിന്റെ ആക്സിലറേഷൻ 0 ആണ്. അപ്പൊ എത്ര മാസുള്ള ഒബ്ജക്റ്റ് ആണെങ്കിലും യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യാനായിട്ട് ദർ ഇസ് നോ ഫോഴ്സ് റിക്വയർഡ്. അപ്പൊ 0 ന്യൂട്ടൺ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്തില്ലെങ്കിൽ തന്നെ നമുക്ക് അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ നമുക്ക് അറിയേണ്ടതാണ്. ഒരു വസ്തുവിന് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്താണ്? an object will continue in its state of rest or of uniform motion unless an external unbalanced force is acting on it. ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്യാത്തിടത്തോളം കാലം, അതായത് ആവശ്യമില്ല, ഫോഴ്സ് ആവശ്യമില്ല, when in order to keep an object in rest or to keep moving in uniform velocity. യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യാനായിട്ട് ഫോഴ്സിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ റെസ്റ്റിൽ ഇരിക്കാനും ഫോഴ്സിന്റെ ആവശ്യമില്ല. ഫോഴ്സ് ഇസ് റിക്വയർഡ് ഫോർ വാട്ട്? ടു ചേഞ്ച് ഇറ്റ്സ് വെലോസിറ്റി. വെലോസിറ്റിയിൽ മാറ്റം വരുത്താനാണ് ഫോഴ്സ് ആവശ്യമുള്ളത്. അപ്പൊ ഈ രണ്ട് ലോ അനുസരിച്ചും നമുക്ക് 0 ന്യൂട്ടൺ എന്നുള്ള ആൻസറിലോട്ട് പെട്ടെന്ന് തന്നെ എത്താവുന്നതാണ്. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം: there will be a change in the speed or in the direction of motion of a body when it is acted upon by dash. ഒരു വസ്തുവിന്റെ സ്പീഡ് ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക എന്നൊക്കെ വെച്ചാൽ എന്താണ്? there is a change in velocity, which means the object is accelerated. ആക്സിലറേഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്താണ് ആവശ്യമുള്ളത്? എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആക്സിലറേഷൻ ഉണ്ടാവുക. ബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടെങ്കിൽ രണ്ട് ഫോഴ്സസ് ആയിരിക്കും, പക്ഷെ അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആവുമ്പോൾ ബാലൻസ് ചെയ്ത് പോകുന്ന വെച്ചാൽ അതിന്റെ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. അപ്പൊ 0 ഫോഴ്സ് കൊണ്ട് പറ്റില്ല, ബാലൻസ്ഡ് ഫോഴ്സ് കൊണ്ട് പറ്റില്ല, അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ് ആവശ്യമായിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻ സി എന്നാണ് ആൻസർ വരുന്നത് കേട്ടോ. മൂന്നാമത്തെ ചോദ്യം: ഫോഴ്സ് റിക്വയർഡ് ഇൻ ആക്സിലറേറ്റിംഗ് a 3 kg mass at 5 meter per second square and a 4 kg mass at 4 meter per second square will be dash. കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറയുന്ന ഫോഴ്സിന്റെ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്ത് നോക്കാം അല്ലെ. ആദ്യത്തെ മാസ് 3 kg, ആക്സിലറേഷൻ 5. അപ്പൊ ഫോഴ്സ് എത്രയായിരിക്കും? മാസ് ഇൻറ്റു ആക്സിലറേഷൻ, which means 3 into 5, which will be 15 ന്യൂട്ടൺ. രണ്ടാമത്തെ കേസിലോ 4 kg മാസ് ആൻഡ് 4 meter per second square ആക്സിലറേഷൻ അല്ലെ. അപ്പൊ 4 into 4 16. അപ്പൊ ഏതാ വലുത്? 15ഉം 16ഉം കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി 16 ആണ് ഹയർ വാല്യൂ, വിച്ച് മീൻസ് ഗ്രേറ്റർ ഫോർ 4 kg മാസ് അറ്റ് 4 meter per second square. ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി. മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യം: ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഫോർമുല ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ അല്ലെ, വിച്ച് ഓഫ് ദ എക്സ്പ്രഷൻ to find the force is correct? F is equal to ma, force equal to mass into acceleration. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അഞ്ചാമത്തെ ചോദ്യം: inertia of a body is a quantitative measure of its dash. വെലോസിറ്റി, ആക്സിലറേഷൻ, മാസ്, ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനേർഷ്യ എന്ന് പറയുന്നത് എപ്പോഴും ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഇറ്റ്സ് മാസ് ആണ്. മാസ് നോക്കിക്കൊണ്ടാണ് ഒരു വസ്തുവിന് ഇനേർഷ്യ കൂടുതലുണ്ടോ കുറവുണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇപ്പോ ഇനേർഷ്യ ഓഫ് റെസ്റ്റിൽ ഇരിക്കുന്ന ഒരു വസ്തു റെസ്റ്റിൽ തന്നെ ഇരിക്കുന്നു അല്ലെ. നമുക്ക് രണ്ട് കല്ലുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരെണ്ണം ലൈറ്റ് ആയിട്ടുള്ള ഒരു കല്ലാണ്, ചെറിയ ഒരു കല്ല്. ഒരെണ്ണം വളരെ ഹെവി ആയിട്ടുള്ള വലിയൊരു കല്ല് എന്ന് വിചാരിക്കുക. ഇത് രണ്ടിനും ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ഉണ്ട്.
ഈ റെസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിനെ ഓവർകം ചെയ്യാനായിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏത് കല്ലിനെയാണ് നമുക്ക് എളുപ്പത്തിൽ ഒരു ഇനേർഷ്യ ഓവർകം ചെയ്യാൻ പറ്റുന്നത്? ചെറിയ കല്ലിന്. ചെറിയൊരു തട്ട് കൊടുത്താൽ തന്നെ അത് അങ്ങനെ നീങ്ങിപ്പോവും അല്ലെ? അതേസമയം വലിയ കല്ലാണെങ്കിലോ നമ്മൾ വലിയ ഫോഴ്സ് കൊടുത്താൽ മാത്രമേ അതിന്റെ റെസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ് മാറുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മാസീവ് ഒബ്ജക്ട്സ് റിക്വയർ മോർ ഫോഴ്സ്, വിച്ച് മീൻസ് മാസീവ് ഒബ്ജക്ട്സ് ആർ ഹാവിംഗ് മോർ ഇനേർഷ്യ എന്നുള്ളതാണ്. അപ്പൊ ഇനേർഷ്യ എപ്പോഴും മാസിനോടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. മോർ ദ മാസ് മോർ വിൽ ബി ദ ഇനേർഷ്യ. അപ്പൊ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി തന്നെയാണ്, മാസ് എന്നുള്ളതാണ് എഴുതേണ്ടത് കേട്ടോ. ആറാമത്തെ ചോദ്യം, റോക്കറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ഡാഷ്. റോക്കറ്റ്സ് നമ്മൾ എപ്പോഴും ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ലോഞ്ചിങ് സ്പീഡ്, അതിന്റെ ഇനീഷ്യൽ ത്രസ്റ്റ് വളരെ കൂടുതലായിരിക്കണം. കാരണം എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ പുള്ളിനെ ഓവർകം ചെയ്തിട്ട് എസ്കേപ്പ് വെലോസിറ്റിയിലൂടെ അതിന് ഈ എർത്തിന്റെ സർഫസിനെ എസ്കേപ്പ് ചെയ്ത് പോകാൻ പറ്റണം. അതുകൊണ്ട് തന്നെ റോക്കറ്റ് പ്രൊപ്പൽഷൻ സമയത്ത്, അതിന്റെ റോക്കറ്റിന്റെ ലോഞ്ചിങ് സമയത്ത് ഒരു ഇനീഷ്യൽ വെലോസിറ്റി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് വരുന്നത് കൺസർവേഷൻ ഓഫ് മൊമെന്റം. അതായത് ഈ റോക്കറ്റിന് മുകളിലോട്ട് പോകുന്ന സമയത്ത് റോക്കറ്റിന്റെ കമ്പസ്റ്റൻ ഫ്യൂവൽസ് എല്ലാം താഴേക്കാണ് പോകുന്നത്. ഈ താഴേക്ക് പോകുന്ന കമ്പസ്റ്റൻ ഫ്യൂവൽ വിൽ അപ്ലൈ ആൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഫോഴ്സ് ഓൺ ദ റോക്കറ്റ്. അതുകൊണ്ടാണ് റോക്കറ്റ്സിന് ലോഞ്ചിങ് സ്പീഡ് വളരെ കൂടുതലായിട്ട് എടുക്കാൻ പറ്റുന്നത്. അപ്പൊ അത് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഓപ്ഷൻ സി എന്നാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. അടുത്ത ചോദ്യം, ഇൻ ദ ഫോളോയിങ് എക്സാമ്പിൾ ട്രൈ ടു ഐഡന്റിഫൈ ദ നമ്പർ ഓഫ് ടൈംസ് ദ വെലോസിറ്റി ഓഫ് ബോൾ ചേഞ്ചസ്. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, ആ ഒരു ഇവന്റ് നടക്കുന്ന സമയത്ത് എത്ര തവണയാണ് വെലോസിറ്റി മാറിയിട്ടുള്ളത്, ചേഞ്ച് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദ്യം. ഓരോ ഭാഗം വായിക്കുമ്പോഴും നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം എത്ര തവണയാണ് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത്. ഫുട്ബോൾ പ്ലെയർ കിക്സ് എ ഫുട്ബോൾ. ആ ഒരു ഫുട്ബോൾ പ്ലെയർ അടുത്ത പ്ലെയറിലോട്ട് ഒരു ഫുട്ബോൾ കിക്ക് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ദർ ഈസ് എ ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലെ? അതൊന്നുകിൽ വളരെ സ്ലോയിൽ പോകുന്ന ഒരു ഫുട്ബോൾ ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ സ്റ്റഡി ആയിട്ടിരിക്കുന്ന ഫുട്ബോൾ ആയിരിക്കും. അതിനെ കിക്ക് ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റി ചേഞ്ച് ആവുന്നുണ്ട്, വിച്ച് മീൻസ് 1 time അല്ലെ? അത് കഴിഞ്ഞതിന് ശേഷം ഹൂ കിക്സ് ദ ഫുട്ബോൾ ടുവേർഡ്സ് ദ ഗോൾ. ഗോൾ ആക്കാനായിട്ട് രണ്ടാമത്തെ പ്ലെയർ അതിനെ വീണ്ടും കിക്ക് ചെയ്തു. അപ്പോഴും അവിടെ ഒരു വെലോസിറ്റി ഉണ്ടായിരിക്കും. ദർ ഈസ് എ ചേഞ്ച് ഇൻ വെലോസിറ്റി, കാരണം ആ പ്ലെയറും ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ദ ഗോൾ കീപ്പർ ഓഫ് ദ ഓപ്പോസിറ്റ് ടീം കളക്ട്സ് ദ ഫുട്ബോൾ. അവിടെയും ദർ ഈസ് എ ചേഞ്ച് ഇൻ വെലോസിറ്റി, കാരണം ഒരു സ്പീഡിൽ വരുന്നതായിരുന്നു, ഗോളിനെ ലക്ഷ്യമാക്കി വരുന്ന ഒരു ഫുട്ബോൾ ആയിരുന്നു. അതിനെ ഗോൾ കീപ്പർ കളക്ട് ചെയ്തു, അതിനെ റെസ്റ്റിലാക്കി മാറ്റി. ദാറ്റ് മീൻസ് ദർ ഈസ് എ ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലെ? അപ്പൊ തേർഡ് ടൈം വെലോസിറ്റി ചേഞ്ച് ആയി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ആൻഡ് കിക്സ് ഇറ്റ് ടുവേർഡ്സ് എ പ്ലെയർ ഓഫ് ഹിസ് ഓൺ ടീം. റെസ്റ്റിൽ വന്ന ആ കയ്യിൽ കളക്ട് ചെയ്ത ബോളിനെ വീണ്ടും ഗോൾ കീപ്പർ കിക്ക് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ വീണ്ടും ഒരു വെലോസിറ്റി ചേഞ്ച് വരുന്നുണ്ട്. ഇപ്പൊ 4 തവണയാണ് വെലോസിറ്റി ചേഞ്ച് നമ്മൾ കൗണ്ട് ചെയ്തത്. അപ്പൊ ഓപ്ഷൻ ബി 4 times എന്നുള്ളതാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത് കേട്ടോ. അടുത്ത ചോദ്യം, a bullet of mass 40 gram is fired from a gun of mass 8 kg with a velocity of 800 meter per second. Calculate the recoil velocity of the gun. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു മാസ് ഓഫ് ദ ബുള്ളറ്റ് തന്നിട്ടുണ്ട്, മാസ് ഓഫ് ദ ഗൺ തന്നിട്ടുണ്ട്, വെലോസിറ്റി ഓഫ് ദ ഗൺ തന്നിട്ടുണ്ട്, റീകോയിൽ വെലോസിറ്റി ഓഫ് ദ ഗൺ എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് പ്രോബ്ലം പോലെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പൊ ഞാനൊന്ന് ബോർഡിൽ എഴുതി കാണിക്കാം ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ബുള്ളറ്റിന്റെ മാസ് 40 gram എന്നാണ്. അതിന് നമ്മൾ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണം. 40 gram എന്ന് പറയുമ്പോൾ 40 divided by 1000, അതായത് 0.04 kg എന്ന് എഴുതണം. ഗണ്ണിന്റെ മാസ് 8 kg തന്നിട്ടുണ്ട്, ബുള്ളറ്റിന്റെ വെലോസിറ്റി 800 എന്ന് തന്നിട്ടുണ്ട്. ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം അനുസരിച്ച് നമ്മൾ ഒരു ഫോർമുല പഠിക്കുന്നുണ്ട് അല്ലെ? ഇനീഷ്യൽ മൊമെന്റം ഓഫ് ദ ബുള്ളറ്റും ഗണ്ണും 0 ആണ്. കാരണം ഫയർ ചെയ്യുന്നതിനേക്കാൾ മുന്നേ ബുള്ളറ്റിനും മൂവ് ചെയ്യുന്നില്ല, അതുപോലെ ഗണ്ണും മൂവ് ചെയ്യുന്നില്ല. വിച്ച് ഷുഡ് ബി ഈക്വൽ ടു ഫൈനൽ മൊമെന്റം ഓഫ് ദ ബുള്ളറ്റ് പ്ലസ് ഫൈനൽ മൊമെന്റം ഓഫ് ദ ഗൺ എന്നാണ് എഴുതുന്നത്. അതായത് MB VB പ്ലസ് MG VG എന്ന് എഴുതി. അതായത് ഗണ്ണ് ബുള്ളറ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എഴുതിയിരിക്കുന്നത്. VG വെലോസിറ്റി, റീകോയിൽ വെലോസിറ്റി ഓഫ് ദ ഗണ്ണാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ MB VBനെ 0ന്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? -MB VB എന്ന് വരും, ഡിവൈഡഡ് ബൈ MG. ഇനി നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. MB എന്ന് പറയുന്നത് 0.04 ആണ്, ഇൻറ്റു VB എന്ന് പറയുന്നത് 800 ആണ്, റൈറ്റ്, ഡിവൈഡഡ് ബൈ MG, മാസ് ഓഫ് ദ ഗൺ എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ ഇവിടുത്തെ ഈ 8ഉം കട്ടായി പോയി. 0.04 into 100 എന്നുള്ളതാണ് ആൻസർ വരുന്നത്. മൈനസ് സൈൻ ഉണ്ട്, മറക്കരുത്. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു
4 meter per second. അപ്പൊ റീകോയിൽ വെലോസിറ്റി ഓഫ് ദ ഗൺ എന്ന് പറയുന്നത് -4 meter per second എന്നാണ് വന്നത്. ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ ഓപ്ഷൻസിലോട്ട് നോക്കാം ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്ഷൻസിലോട്ട് നോക്കുമ്പോൾ ഓപ്ഷൻ 4D എന്ന് പറയുന്നത് -4 meter per second ആണ്. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9. A passenger in a moving train tosses a coin. The coin will fall back. അതായത് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ അനുസരിച്ച് ഇനേർഷ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മൾ പറയുന്നുണ്ട് അല്ലെ. ഒരു മൂവിംഗ് ട്രെയിനിൽ ഒരു കോയിൻ ടോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോയിൻ വുഡ് കണ്ടിന്യൂ ടു ബി ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. അതേസമയം ട്രെയിൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോയിൻ വിൽ ട്രൈ ടു ഫോൾ ബാക്ക്വേർഡ് ബിഹൈൻഡ് ഹിം എന്നുള്ളതായിരിക്കും. പാസഞ്ചറിന്റെ ബാക്ക് സൈഡിലോട്ടായിരിക്കും കോയിൻ ഫോൾ ചെയ്യുക. കാരണം കോയിന്റെ പൊസിഷൻ ബാക്കിലായിരുന്നു, പക്ഷെ നമ്മൾ ട്രെയിൻ മുന്നോട്ട് പോകുന്നത് കൊണ്ട് ദ പേഴ്സൺ വിൽ ഓൾസോ ബി മൂവിങ് ഫോർവേഡ്. അപ്പൊ ബിഹൈൻഡ് ഹിം എന്നുള്ള ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം. എ ഹാമർ ഓഫ് മാസ് 300 gram moving at 40 meter per second strikes a nail. The nail stops the hammer in very short time of 0.02 second. The force of the nail on the hammer is dash എന്നുള്ളതാണ് ചോദ്യം. മാസ് ഓഫ് ദ ഹാമർ നമുക്ക് തന്നിട്ടുണ്ട് 300 gram. 300 gram എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.3 kilogram എന്നാണ് വരേണ്ടത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. 300 ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.3 kilogram എന്ന് എഴുതണം. മൂവിങ് അറ്റ് 40 meter per second. 40 meter per second സ്പീഡിലാണ് മൂവ് ചെയ്തത്. അതേസമയം അതിനെ ഹാമർ ചെയ്തിട്ട് നെയിൽ സ്റ്റോപ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റോപ്സ് എന്ന് പറയുമ്പോൾ ഫൈനൽ വെലോസിറ്റി ഷുഡ് ബി 0. അപ്പൊ ഇനീഷ്യലി 40 meter per second ആയിരുന്നു. ഫൈനൽ വെലോസിറ്റി ഇസ് ഗോയിങ് ടു ബി 0. ഇന്റർവെൽ ഓഫ് ടൈം തന്നിരിക്കുന്നത് 0.02 എന്നാണ്. ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്നുള്ള ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ മാസ് തന്നിട്ടുണ്ട് 0.3 kilogram ആണ്. ആക്സിലറേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ഫോർമുല ഉപയോഗിക്കാം? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. 40 ആയിരുന്നു ആദ്യത്തെ വെലോസിറ്റി, പിന്നീട് അത് 0 ആയി. സോ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി? 40 അല്ലെ. 40 - 0 എന്ന് പറയുമ്പോൾ 40 തന്നെയാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ടൈം എന്ന് പറയുന്നത് 0.02 ആണ്. ഇപ്പൊ 40 divided by 0.02 എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാ വരിക? 2000 അല്ലെ. 2000 meter per second square ആണ് ആക്സിലറേഷൻ ആയിട്ട് വരുന്നത്. മാസ് 0.3 kg കിട്ടി. നിങ്ങളൊന്ന് എഴുതി നോക്കുക സ്വന്തമായിട്ട്. അപ്പൊ 0.3 into 2000 എന്ന് പറയുമ്പോൾ 600 Newton എന്നാണ് ആൻസർ വരുന്നത് അല്ലെ. മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്നുള്ള ഫോർമുല ഉപയോഗിച്ചു. അതുപോലെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനായിട്ട് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ചു. ഈ രണ്ട് ഫോർമുലയും കൂടെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് 600 Newton എന്നാണ് ആൻസർ വരിക. മാസിനെ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ മറക്കരുത്. ആക്സിലറേഷന് വേണ്ടിയിട്ട് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ഉപയോഗിക്കുക, വിച്ച് ഇസ് 40 divided by 0.02. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. The action and reaction forces referred to in the third law. Third lawയിൽ പറയുന്ന ആക്ഷനും റിയാക്ഷന്റെയും പ്രത്യേകതയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ may act on different objects. B must act on different objects. C must act on same objects. D പറഞ്ഞിരിക്കുന്നത് എന്താ? Need not to be equal in magnitude but in the same direction. Definitely wrong ആണ് D എന്ന് പറയുന്ന ഓപ്ഷൻ അല്ലെ. ആക്ഷനും റിയാക്ഷനും ഡെഫിനറ്റ് ആയിട്ടും മസ്റ്റ് ആക്ട് ഓൺ ഡിഫറെന്റ് ഒബ്ജക്ട്സ് എന്നുള്ളതാണ്. രണ്ടും ഒരേ ഒബ്ജക്റ്റിൽ തന്നെ ആക്ട് ചെയ്യുവാണെങ്കിൽ ഈ ഫോഴ്സസ്, കാരണം ആക്ഷനും റിയാക്ഷനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്നാണ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ അനുസരിച്ച് പറയുന്നത് അല്ലെ. ഫോർ എവറി ആക്ഷൻ ദർ വിൽ ബി ഓൾവേസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ്. അപ്പൊ ഈ ഈക്വൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഒരേ വസ്തുവിൽ തന്നെ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും സംഭവിക്കില്ല. നെറ്റ് ഫോഴ്സ് ഇസ് ഗോയിങ് ടു ബി 0. ഈ ആക്ഷൻ റിയാക്ഷൻ ഫോഴ്സസ് ക്യാൻസൽ ഔട്ട് ചെയ്യാതിരിക്കാനുള്ള കാരണം ആക്ഷൻ സംഭവിക്കുന്നത് ഒരു വസ്തുവിലും റിയാക്ഷൻ നടക്കുന്നത് മറ്റൊരു വസ്തുവിലുമാണ്. ഇപ്പോ നമ്മളൊരു ബോട്ടിൽ നിന്ന് താഴേക്ക് പുറത്തേക്ക് ഇറങ്ങുന്നു, ആ സമയത്ത് ബോട്ട് പുറകിലോട്ട് പോകുന്നു. അതൊക്കെയാണ് നമ്മൾ ആക്ഷൻ റിയാക്ഷൻ പെയറിന്റെ എക്സാമ്പിൾ ആയിട്ട് പഠിക്കുന്നത് അല്ലെ. വെൻ വി അപ്ലൈ എ ഫോഴ്സ് ഓൺ ദ ബോട്ട്, the boat will apply a force on us. അവിടെ ഒന്നാമത്തെ ആക്ഷൻ നടക്കുന്നത് ബോട്ടിലാണ്, റിയാക്ഷൻ നടക്കുന്നത് നമ്മുടെ മേലാണ്. ഇപ്പൊ നേരത്തെ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു, ഗണ്ണും ബുള്ളറ്റും. അവിടെ ബുള്ളറ്റ് വിൽ ഗെറ്റ് എ ഫോഴ്സ് ഫ്രം ദ ഗൺ. ഗണ്ണ് ബുള്ളറ്റിന്റെ ഒരു ഫോഴ്സ് കൊടുക്കുന്നു, അതിനെ നമുക്ക് ആക്ഷൻ എന്ന് പറയാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ബുള്ളറ്റ് ഗണ്ണിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആക്ഷൻ നടക്കുന്നത് ബുള്ളറ്റില്, റിയാക്ഷൻ നടക്കുന്നത് ഗണ്ണില്. എപ്പോഴും ഇങ്ങനെയാണ്. ആക്ഷനും റിയാക്ഷനും പെയേഴ്സ്
ഡിഫറെന്റ് ഒബ്ജക്ട്സിലാണ് നടക്കാൻ പാടുള്ളത്. വിച്ച് മീൻസ് ഇറ്റ് മസ്റ്റ് ആക്ട് ഓൺ ഡിഫറെന്റ് ഒബ്ജക്ട്സ്. മേ ആക്ട് എന്നല്ല, മസ്റ്റ് ആക്ട് തന്നെയാണ് വരേണ്ടത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് എഴുതേണ്ടത്. അടുത്ത ചോദ്യം, an object will continue to accelerate until. ആക്സലറേഷൻ ഉണ്ടാകുന്നത് ഏത് സമയം വരെ എന്നുള്ളതാണ് ചോദ്യം. വെലോസിറ്റി ചേഞ്ചസ് ഡയറക്ഷൻ. വെലോസിറ്റി ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ മാത്രമല്ല ആക്സലറേഷൻ ഉണ്ടാവുന്നത്. ഇറ്റ് ക്യാൻ ബി ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ് ഓൾസോ, അല്ലെ? വെലോസിറ്റിന്റെ ഡയറക്ഷനിൽ മാറ്റം ഉണ്ടാവണമെന്നും നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ല. ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്താലും അതിന്റെ മാഗ്നിറ്റ്യൂഡിൽ ചേഞ്ച് ഉണ്ടെങ്കിലും ആക്സലറേഷൻ എന്ന് പറയാം. അതുകൊണ്ട് ഓപ്ഷൻ എ നമുക്ക് പറയാൻ പറ്റില്ല. റിസൾട്ടന്റ് ഫോഴ്സ് ഓൺ ഇറ്റ് ഇസ് ഇൻക്രീസ്ഡ് കണ്ടിന്യൂസ്ലി. കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യണമെന്നില്ല, ഫോഴ്സ് ഉണ്ടായാൽ മാത്രം മതി. റിസൾട്ടന്റ് ഫോഴ്സ് ബിഗിൻസ് ടു ഡിക്രീസ്. ഡിക്രീസ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. റിസൾട്ടന്റ് ഫോഴ്സ് ഓൺ ഇറ്റ് ഇസ് 0. അതായത് an object will continue to accelerate until the force on it becomes 0. Force 0 ആകുന്നത് വരെ that object will continue in its acceleration എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്, അല്ലെ? അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി എന്നുള്ളതാണ് ആൻസർ ആയിട്ട്, കറക്റ്റ് ആൻസർ ആയിട്ട് വരേണ്ടത്. until the resultant force on it becomes 0. റിസൾട്ടന്റ് ഫോഴ്സ് 0 ആകുന്നത് വരെ ആ ഒബ്ജക്ട് ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. റിസൾട്ടന്റ് ഫോഴ്സ് 0 ആയാൽ ആക്സിലറേഷൻ ഉണ്ടാവില്ല. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. 13ാമത്തെ ചോദ്യം നോക്കാം. Type of inertia that tends to result in the change in case of an athlete often jumps before taking a long jump. നമ്മൾ എല്ലാവരും നോട്ടീസ് ചെയ്തിട്ടുള്ളതാണ്, ലോങ് ജമ്പ് എടുക്കുന്നതിന് മുന്നേ അത്ലറ്റ്സ് ഒരു ചെറിയൊരു ദൂരം ഓടിയിട്ടാണ് അവർ ആ ജമ്പ് എടുക്കുന്നത്. അതിന്റെ കാരണം അവർ ആ ഓടുന്ന സമയത്ത് ദേ അക്വയർ ഇനേർഷ്യ ഓഫ് മോഷൻ. അവരുടെ ബോഡി മൂവ്മെന്റിൽ തന്നെ ആയിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പോൾ ജമ്പ് എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഈസി ആയിരിക്കും, ബിക്കോസ് ദെയർ ബോഡി ഈസ് ഓൾറെഡി അഡാപ്റ്റഡ് ടു മോഷൻ. അപ്പൊ ജമ്പ് ചെയ്യുമ്പോൾ ആ ഒരു ഹെൽപ്പ് അവർക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടും. വിച്ച് മീൻസ് ദ അത്ലറ്റ് is already in the inertia of motion, already having inertia of motion, and it will help to cover longer distance. അപ്പൊ ഇവിടെ inertia of motion ആണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. കാരണം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഒരു ലോങ് ജമ്പ് ചാടുന്നതിന് മുന്നേ അത്ലറ്റ് ഒരു ലോങ്ങർ റൺ എടുക്കുന്നുണ്ട്, അല്ലെ? ആ റണ്ണിങ് ടൈമിൽ athlete is having inertia of motion which will help the athlete to cover longer distance എന്നുള്ളതാണ്. അപ്പോൾ inertia of motion ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരേണ്ടത്. 14th ക്വസ്റ്റ്യൻ എന്താണ്? Qualitative definition of force is given by which law എന്നുള്ളതാണ്. ക്വാളിറ്റേറ്റീവ് എന്ന് വെച്ചാൽ ഫോഴ്സിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഫോഴ്സ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് ന്യൂട്ടന്റെ ഏത് ലോ ആണ് പഠിപ്പിച്ചത്? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ആണ് പഠിപ്പിച്ചത്, അല്ലെ? അതിലാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇൻ ഓർഡർ ടു ഓവർകം റെസ്റ്റ് ഓർ ഇൻ ഓർഡർ ടു ചേഞ്ച് ദ സ്പീഡ്, ഇൻ ഓർഡർ ടു ചേഞ്ച് ദ ഡയറക്ഷൻ, ഇതിനെല്ലാം ഫോഴ്സ് ആവശ്യമാണ്. അല്ലെങ്കിൽ ഫോഴ്സ് കൊണ്ട് ഈ വക കാര്യങ്ങളെല്ലാമാണ് ചെയ്യാൻ പറ്റുക എന്ന് നമ്മൾ പഠിച്ചത് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ അനുസരിച്ചാണ്. അതുകൊണ്ട് ക്വാളിറ്റേറ്റീവ് ഡെഫിനിഷൻ ഓഫ് ഫോഴ്സ് ഇസ് ഗിവൺ ബൈ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, ഓപ്ഷൻ ബി ആണ്. അതേസമയം എത്രത്തോളം ഫോഴ്സ് ആണ് ആവശ്യമുള്ളത്, ഫോഴ്സിന് ഒരു ഫോർമുല കണ്ടുപിടിച്ച് ക്വാണ്ടിറ്റി എത്ര എമൗണ്ട് എന്ന് നമ്മൾ പഠിച്ചത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ അനുസരിച്ചാണ്. എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്ന ഒരു ഫോർമുല ഒക്കെ നമ്മൾ പഠിച്ചു, അല്ലെ? അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ഡെഫിനിഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന് എഴുതണം. അതേസമയം ക്വാളിറ്റേറ്റീവ് ഡെഫിനിഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്നാണ് എഴുതേണ്ടത്. അപ്പൊ ഇവിടുത്തെ ആൻസർ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, ഒബ്ജക്ട്. ഇവിടെ നമുക്ക് ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. അതിനകത്ത് ഒബ്ജക്ട് ഷോൺ ബിലോ മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. ടു ഫോഴ്സസ് ആർ ആക്ടിംഗ് ഓൺ ദ ഒബ്ജക്ട്. കൺസിഡറിംഗ് നെഗ്ലിജിബിൾ ഫ്രിക്ഷൻ, റിസൾട്ടന്റ് ഫോഴ്സ് ഓൺ ഇറ്റ് വിൽ ബി വാട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് രണ്ട് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം 12 ന്യൂട്ടൺ ടുവേർഡ്സ് റൈറ്റ്, 7 ന്യൂട്ടൺ ടുവേർഡ്സ് ലെഫ്റ്റ്. ഇതുപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷൻസിൽ ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ഫോഴ്സസ് ആണ്. അതേസമയം ഒരേ ഡയറക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിലോ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് സം ഓഫ് ദ ടു ഫോഴ്സസ് ആണ്. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന ആരോ മാർക്ക് കണ്ടാൽ നമുക്കറിയാം ഒരെണ്ണം റൈറ്റ് സൈഡിലോട്ടും ഒരെണ്ണം ലെഫ്റ്റ് സൈഡിലോട്ടും ആണ്. അപ്പൊ ഡിഫറൻസ് എന്ന് പറയുന്നത് 12 - 7 which is going to be 5 ന്യൂട്ടൺ. ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ബിഗ്ഗർ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിലായിരിക്കും റിസൾട്ടന്റ് ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഇവിടെ നമുക്കറിയാം 12 ആണ് ബിഗ്ഗർ വൺ ആക്ട് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലോട്ടാണ്? റൈറ്റ് സൈഡിലോട്ടാണ്. അതുകൊണ്ട് 5 ന്യൂട്ടൺ ടുവേർഡ്സ് റൈറ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരേണ്ടത്.
അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ 15 ക്വസ്റ്റ്യൻസ് അതിന്റെ കൃത്യമായിട്ടുള്ള ആൻസേഴ്സിലോട്ട് എത്തിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസ് ഒക്കെ കമന്റ് ആയിട്ട് എഴുതാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രമിക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ അഹെഡ് ടു ഓൾ ഓഫ് യു.